കേൾവി പരിമിതി അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങായി കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ 20 പേർക്ക് ഹിയറിംഗ് എയ്ഡ് സൗജന്യമായി നൽകും. ശ്രുതിസ്പർശം കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ക്യാമ്പ് ഒരുക്കുമെന്ന് മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. മിംസിൽ അത്യാധുനിക കോക്ലിയർ ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കും പ്രവർത്തനം ആരംഭിച്ചു. കേൾവി പരിമിതി അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങാവുകയാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ. ഇതിനായി ഹോസ്പിറ്റലിൽ ശ്രുതിസ്പർശം പദ്ധതി ആരംഭിച്ചു. നിർധനരായ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും അതോടൊപ്പം 20 പേർക്ക് ഹിയറിംഗ് എയ്ഡും സൗജന്യമായി നൽകുന്നതാണ് പദ്ധതിയെന്ന് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. അതായത് മെയിനായിട്ട് നമുക്കറിയാം ഹിയറിംഗ് ലോസ്, ശബ്ദം ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മളെല്ലാവരും ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ടെക്നോളജി നല്ലോണം വളർന്നു, ദർ ആർ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ്. പക്ഷെ അതിൻ്റെ മെയിനായിട്ടൊരു സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോസ്റ്റാണ്. ജനറലി ഒരു കോക്ലിയർ ഇംപ്ലാന്റിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 to 10 lakhs അടുത്ത് കോസ്റ്റ് വരും. അപ്പോൾ അതാണ് ഒരു മെയിൻ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആസ്റ്റർ മിംസ് കണ്ണൂരും ആസ്റ്റർ വോളണ്ടിയേഴ്സ് ആൻഡ് ആസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരും കൂടി ചേർന്ന് നമുക്ക് എക്കണോമിക്കലി പുവറായിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ഒരു 20ഓളം ഹിയറിംഗ് എയ്ഡ് കൊടുക്കാനും, ഇപ്പോൾ അതല്ല ഇപ്പോൾ കംപ്ലീറ്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് പോലെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനും ഉള്ളൊരു പ്രോഗ്രാമാണിത്. നമുക്ക് ശ്രുതിസ്പർശം എന്ന് പറഞ്ഞത്. ശ്രുതിസ്പർശം പദ്ധതിയിലൂടെ അർഹരായവരെ കണ്ടെത്തുന്നതിനായി ആസ്റ്റർ മിംസിലെ ENT വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 20 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രത്യേക ക്യാമ്പും സംഘടിപ്പിക്കും. ENT വിഭാഗത്തിലെ ഡോക്ടർ വി രാമകൃഷ്ണൻ, ഡോക്ടർ VK അക്ഷയ്, ഡോക്ടർ വിഷ്ണുദാസ് TV എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുക. ക്യാമ്പിലെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അർഹരായവരെ ശസ്ത്രക്രിയക്കും ഹിയറിംഗ് എയ്ഡിനും നൽകുന്നതിനായി തിരഞ്ഞെടുക്കുക. കേൾവി പരിമിതിയുള്ളവർക്ക് ഏറ്റവും ക്രിയാത്മകമായ ചികിത്സാ സംവിധാനമാണ് ഇതെന്നും കേൾവിയും സ്പീച്ച് തെറാപ്പി വഴി സംസാരശേഷിയും ഇതുവഴി ലഭിക്കുമെന്നും ഡോക്ടർ VK അക്ഷയും പറഞ്ഞു. ഹിയറിംഗ് എയ്ഡിൽ ബെനിഫിറ്റ് വരാത്ത കുട്ടികൾക്ക് ആ കേൾവി ശക്തി തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് സ്പീച്ച് ഡെവലപ്പ് ആവില്ല. അതുപോലെ തന്നെ സ്പീച്ച് ഇല്ലെങ്കിൽ അവർക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് അവർക്ക് നയിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സർജറി എന്ന് പറയുമ്പോൾ അവർക്ക് ജന്മന കേൾക്കാത്ത കുട്ടികൾക്ക് കേൾവി എന്നുള്ളൊരു സെൻസ് കിട്ടും. അതുപോലെ തന്നെ സ്പീച്ചും ഡെവലപ്പ് ആവും. പിന്നെ നോർമൽ ആയിട്ട് ഒരു ലൈഫ് തന്നെ അവർക്ക് കിട്ടും. അതായത് പഠനവും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജസ്റ്റ് ലൈക്ക് എ നോർമൽ പേഴ്സൺ. ഈ ഒരു ടെക്നോളജി കൊണ്ട് തീരെ കേൾക്കാത്ത കുട്ടികൾക്ക് ഒരു കേൾവി കിട്ടും. അതൊരു വലിയൊരു എന്താ പറയുക, അവർക്കൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനുള്ളൊരു മെത്തഡാണ്. ആസ്റ്റർ വോളണ്ടിയേഴ്സും ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് 20 പേർക്ക് സൗജന്യമായി ഹിയറിംഗ് എയ്ഡ് നൽകുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ വിദഗ്ധ പരിചരണം സാധാരണക്കാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു പദ്ധതി മിംസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡ് വാങ്ങുക വലിയ പ്രയാസമായിരിക്കും. ഇത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ താൽപ്പര്യമുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും ആസ്റ്റർ മിംസുമായി ബന്ധപ്പെടാമെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ജൂൺ 1 മുതൽ 20 വരെയാണ് പരിശോധനാ ക്യാമ്പ് മിംസിൽ നടക്കുക. രജിസ്ട്രേഷൻ വിവരങ്ങൾക്കായി 6235 23 4000 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഹോസ്പിറ്റൽ CMO ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ VK അക്ഷയ്, ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ മുഹമ്മദ് ഹസീം KV എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.